സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം, സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമുള്ളതായ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളുടെ മുമ്പിൽ പലപ്പോഴും സംശയങ്ങൾ ഉയർന്നു വരുന്നതായ ഒരു കാര്യമാണ് ദൈവവിശ്വാസത്തിൻ്റെതായ അനുഭവം. അല്ലെങ്കിൽ പ്രത്യേകമായി ഈ ലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിൻ്റെതായ അനുഭവമുണ്ടോ എന്ന് അനേകം സംശയങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് അനേകർ കൊണ്ടുവന്ന് നൽകുമ്പോൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുന്നതായ അവസരത്തിൽ, പ്രതിസന്ധികൾ വരുന്നതായ അവസരത്തിൽ അനേകം ആളുകൾ ഈ സംശയത്തിന് അടിമപ്പെട്ട് ദൈവസന്നിധിയിൽ നടന്നു പോകുന്നത് കാണുവാൻ സാധിക്കും. എന്തിന്? ദൈവദാസന്മാർ പോലും പ്രയാസങ്ങളിൽ നിരാശയുടെ അനുഭവത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തിലാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ളതായ വാൾ ആണ് എന്നുള്ളത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നമ്മുടെ ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, അതെ, ആ ആപൽഘട്ടത്തിൽ വചനമാകുന്ന വാൾ മുറുകെ പിടിക്കുവാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് ആവശ്യങ്ങളും പരാതികളുമെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അത് അഴിച്ചുവെച്ച് ആ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പോകുന്നതല്ല ഒരു ക്രൈസ്തവ ജീവിതം എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ അത് സമർപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ളതായ ആ വസ്തുതയും നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് ദൈവവചനത്തിലൂടെയാണ്, അഥവാ സത്യ വേദപുസ്തകത്തിലൂടെ അത് നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് കേൾക്കുവാൻ, അത് തുറന്നു നോക്കുവാൻ അത് നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്ന് നാം ദൈവത്തെ കാണുന്നത് വചനത്തിൽ കൂടിയാണ് എങ്കിൽ നാം ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ഒരു ദിനമുണ്ട് എന്നുള്ളതായ ആ വസ്തുത നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ ജോസഫ് പാർക്കർ എന്നതായ പുരോഹിതനെ കുറിച്ച് വായിക്കുവാനിടയായി. ലണ്ടൻ പള്ളിയിലെ വലിയ ഒരു പള്ളിയിലെ ഒരു വികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്നെ ഇടവകയിലെ ജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: പ്രിയമുള്ളവരെ, ഈ ഇടവകയിലെ ചില യുവ സ്നേഹിതർ വളരെയേറെ എൻ്റെ പ്രസംഗത്തെ ഈ അടുത്ത കാലത്തായി വിമർശിക്കുന്നുണ്ട്. ഒരു പ്രധാന ചോദ്യം അവർ എന്നോട് ചോദിക്കുന്നുണ്ട്: ഈ ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യമല്ലാതെ അങ്ങേക്ക് പ്രസംഗിക്കുവാൻ ഒന്നുമില്ല എന്ന്, ഈ പഴഞ്ചൻ ആശയങ്ങളല്ലാതെ കാലത്തിന് ചേർന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞുകൂടെ എന്ന് അവർ ചോദിക്കുന്നു. ആ പുരോഹിതൻ പറയുകയാണ്: ഞാൻ ആലോചിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നി. അതിനാൽ ഇന്ന് ഞാൻ വേദപുസ്തകത്തിലെ വാക്യം അതുകൂടാതെ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ശാസ്ത്രം പഠിച്ചവരോട് ഒരു ചോദ്യം എനിക്കുണ്ട്. നമ്മുടെ ഇടവകയിലെ ഒരു സാധു വിധവയുടെ മകൻ മരിച്ചുപോയി. ആ സ്ത്രീ എന്നോട് ചോദിച്ചു, അവർക്ക് അവരുടെ മരിച്ചുപോയ മകനെ ഇനിയും കാണുവാൻ കഴിയുമോ? ശാസ്ത്രം പഠിച്ച ആളുകൾ അതിന് മറുപടി തരണം. മൗനമായിരുന്നു അതിനുള്ളതായ പ്രതികരണം. പാർക്കർ വീണ്ടും പറഞ്ഞു, ആ സ്ത്രീ വളരെയേറെ ഹൃദയവേദനയിലാണ്. അവർ മറുപടിക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾ ഉത്തരം നൽകൂ.
ആരും ഒരു മറുപടിയും നൽകിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നമുക്ക് വേദപുസ്തകത്തിലേക്ക് തിരിയാം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അവിടെ മറുപടി ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം വായിച്ചു, ഇപ്പോഴോ അവൻ മരിച്ചുപോയി, ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. 2 ശമൂവേൽ പ്രവചന പുസ്തകം 12-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. അതിനുശേഷം അദ്ദേഹം കൊരിന്ത്യ ലേഖനത്തിന്റെ ഭാഗത്തുനിന്ന് വായിച്ചു, എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയതായ വചനം നിവൃത്തിയാകും. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 52 മുതൽ 54 വരെയുള്ളതായ വാക്യമാണത്. വീണ്ടും ആ പുരോഹിതൻ വായിച്ചു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളാണത്. മരണത്തിന് അഥവാ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നുള്ളതായ ദൈവവചനം ആ സ്ത്രീയെ സംബന്ധിച്ച് വളരെയേറെ ആശ്വാസം നൽകി. ഇന്ന് ശാസ്ത്രത്തിനോ തത്വജ്ഞാനത്തിനോ ഉത്തരം നൽകാൻ കഴിയാത്ത പലതും ദൈവവചനത്തിൽ ഉണ്ടെന്നും അതുകൊണ്ടാണ് താൻ വചനം പ്രസംഗിക്കുന്നതെന്നും അദ്ദേഹം ആ പുരോഹിതൻ സമാപനമായി പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയേണ്ട ആവശ്യം എന്നുള്ളത് ജീവിതത്തിലെ ഏത് നീർന്ന പ്രശ്നത്തിനും വേദപുസ്തകത്തിൽ മറുപടി ഉണ്ട് എന്നുള്ളതായ വസ്തുതയാണ്. ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനും നൽകുന്നു. വചനം വിശദീകരണം നൽകുന്നു, രക്ഷ നൽകുന്നു, ശക്തി നൽകുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവവചനം നമുക്ക് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുവാനും, അതെ, ഇത് ദൈവത്തിന്റെ സന്നിധിയിലുള്ളതായ അനുഗ്രഹത്തിൻ്റെതായ അനുഭവമായി, അതെ, ദൈവസം നിൽക്കുവാനുള്ളതായ അവസരമാണ് തിരിച്ചറിയുവാനും, മരണത്തിന് ശേഷവും ഈ വചനം നമ്മുടെ ജീവിതത്തിന് ഒരു വിളക്കായി പ്രകാശിക്കുവാനുള്ളതാണ് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവവചനം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കൃപകൾ അസംഖ്യമല്ലോ.